പെരിങ്ങാവ് ഒരു കാര്യമായി വരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശനെ കുറ്റം പറയാൻ യോഗ്യതയുള്ള ആൾക്കാർ ഒരാളില്ല. കാരണം ജനമനസ്സിൽ ജനനായകനെ ഇടം പിടിച്ച വി ഡി സതീശനെ ആരാണ് ആക്രമിക്കുന്നത്? സതീശനെ പോലത്തെ മുഖ്യമന്ത്രിനെ പോലത്തെ ഏത് ഇടതുപക്ഷായാലും വലതുപക്ഷായാലും ഏത് മനുഷ്യനായാലും കുറ്റം പറയാൻ ഏതെങ്കിലും ഒന്ന് ചൂണ്ടി പറയാനുണ്ടോ? ഒരു ഭക്ഷണം കഴിച്ചതാണോ തെറ്റ്? അതാണോ തെറ്റ്? പഴയ കാലത്ത് പിണറായി സർക്കാരുള്ള കാലത്ത് കുറ്റം പറയല്ല, പറയാനുള്ള മുഖത്ത് നോക്കി തന്നെ പറയും. മുനീർ പെരിങ്ങാവ് വെറുതെ തള്ളൂല. ചൂരമലയിലെ അവസ്ഥ, പ്രണയം വന്നപ്പോ അവസ്ഥ എന്തേനി? കൊറോണ സമയത്ത് നമ്മുടെ കേരളം എന്തൊക്കെയാണ് നടന്നത്? ലഹരി കൂടുതലായി. 10 കൊല്ലത്തിന്റെ അടുത്ത് എനിക്ക് സൈബർ ആക്രമണം ഉണ്ടാവും, എല്ലാ ആക്രമണവും നേരെ ഉണ്ടാവും. കാരണം ലഹരിക്കെതിരെ ഞാൻ പോരാടുന്നുണ്ട്. ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനിത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം മുഖ്യമന്ത്രിനെ കുറ്റം പറയാൻ, വി ഡി സതീശനെ കുറ്റം പറയാന് ഒരാളും ഇറങ്ങി പുറപ്പെടണ്ട. അയാൾ ചെയ്ത കാര്യമൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ 10 കൊല്ലം ഭരിച്ചല്ലോ, ആരെങ്കിലും ചെയ്തോ? ചെയ്യാൻ കഴിയില്ല മക്കളെ. മുനീർ പെരിങ്ങാവ് വെറുതെ തള്ളുന്ന വാക്കല്ല, വെറുതെ പറയുന്ന വാക്കല്ല. എവിടെ പോയി? കഴിഞ്ഞ പ്രളയം വന്നു, കൊറോണ വന്നു, പല വിഷയങ്ങൾ വന്നു, മരണങ്ങൾ, കസ്റ്റഡി മരണങ്ങൾ, പല വിഷയങ്ങൾ വന്നപ്പോൾ ഈ വി ഡി സതീശൻ ഇപ്പൊ പ്രതിപക്ഷ നേതാവായിരുന്നു. ഓർമ്മയുണ്ടോ? അറിയില്ല. നിങ്ങൾ അയാളെ ഒരു വിരൽ ചൂണ്ടി പറയാനുള്ള യോഗ്യത ഒരു കുട്ടിക്കില്ല. കേരളത്തിന്റെ മണ്ണിലെ ഒരു കുട്ടിക്കില്ല. അയാൾ കേരളത്തിന്റെ മലയാളി മനസ്സിന്റെ ഇടയിൽ പിടിച്ച മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. വി ഡി സതീശേട്ടാ, നിങ്ങൾ നയിച്ചോളൂ. ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. പെണ്ണായാലും ആണായാലും ചെറുപ്പക്കാരായാലും മക്കളായാലും പെങ്ങന്മാരായാലും നിങ്ങൾ നയിച്ചോളൂ. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. വെറുതെ പറയുന്ന വാക്കല്ല. എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ടാവും. നിങ്ങൾ നല്ലത് ചെയ്യുന്നേ, നല്ലത് മാത്രം. അത് ഞങ്ങൾക്കറിയാം. പല രാഷ്ട്രീയക്കാരും എന്നോട് സംസാരിച്ച കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും പോഷക സംഘടന ആയാലും ഒരുപാട് ആൾക്കാർ അഭിപ്രായങ്ങൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി, ഇപ്പത്തെ മുഖ്യമന്ത്രി നല്ല മുഖ്യമന്ത്രിയാന്നുള്ള നിങ്ങളെ കൊണ്ടുവരുന്ന ഓരോന്നും ചൂണ്ടിപ്പരാൻ, ചില വിഷയങ്ങളിൽ ഇടപെടുന്നതും നല്ലൊരു വിഷയങ്ങളിൽ മാത്രമേ ഇടപെടുന്നുള്ളൂ. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി, അതാണ് വി ഡി സതീശൻ. വി ഡി സതീശേട്ടാ, നിങ്ങൾ നയിച്ചോളൂ. ഞങ്ങളെല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. പെങ്ങന്മാരും മക്കളും കുട്ടികളും ഉമ്മമാരും ഉപ്പമാരും എല്ലാവരും നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ ഭരിച്ചോളൂ. ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട്. ജയ് ഹിന്ദ്.